ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ബേബി ഗേളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളപ്പോൾ പാരീസിനായിരുന്നു പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് ഞങ്ങൾ പോയത് എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഞങ്ങൾ യൂറോസ്റ്റാർ ട്രെയിനിനായിരുന്നു ലണ്ടൻ ടു പാരീസ് പോയത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾ സെൻറ്റ് പാൻക്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ഞങ്ങളെ ഒരു 5:15 ആയപ്പം ചെംസ്ഫോർഡിൽ നിന്നുള്ള ട്രെയിനിന് കയറി ലിവർപൂൾ എത്തി. ലിവർപൂളിൽ നിന്ന് അടുത്ത ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ സെൻറ്റ് പാൻക്രാസിലെത്തിയത്. അപ്പം അതിനുവേണ്ടി തന്നെ ഞങ്ങൾ നൈറ്റ് തന്നെ എല്ലാം പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് റെഡിയായി. രാവിലെ വെളുപ്പിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് തികച്ചില്ല നടക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ നടന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. പിന്നെ സെൻറ്റ് പാൻക്രാസ് എത്തിയിട്ടുള്ളതാണ് ഇത്. ഇതൊക്കെ സ്കാൻ ചെയ്തു എല്ലാം വേണം കയറ്റാൻ. പിന്നെ ഫ്ലൈറ്റിലെ പോലെ ലഗേജ് അവരെടുക്കില്ല, നമ്മൾ തന്നെ കയറ്റി വെക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ലഗേജിനൊക്കെ ലിമിറ്റേഷനൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഒരു പെട്ടി എന്നുള്ള പോലെയാണ് കണക്ക്. പിന്നെ പ്രാമെല്ലാം കൊണ്ടുപോകാം, പക്ഷെ അതൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളത് കൊണ്ടുപോകണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു 2 hours മുന്നേ അവിടെ എത്തി. എല്ലാം സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞേച്ച് അവിടെ റെഡി ആയിരിക്കുവാണ്. പിന്നെ ഇവിടെ മണി എക്സ്ചേഞ്ചിനൊക്കെ ഉള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ അവിടെ ആക്ച്വലി അത്ര ലാഭമല്ല. പൗണ്ടിന് യൂറോയിലേക്ക് മാറ്റുമ്പം നമുക്ക് ഇച്ചിരി നഷ്ടമാണ്. അപ്പോൾ അതിലും ഭേദം മോൺസോ പോലെ ഏതെങ്കിലും കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺസോയിൽ ഈ യൂറോ പൗണ്ട് കൺവേർഷൻ ചാർജസ് ഒന്നും വരുന്നില്ല. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എത്രയാണ് യൂറോ അതിൻ്റെ സെയിം ഒരു പൗണ്ട് വാല്യൂ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഡിഡക്റ്റ് ആവുക. പക്ഷെ മറ്റ് കാർഡിലൊക്കെ ചിലപ്പം കൺവേർഷൻ ചാർജും കൂടെ ചേർത്തായിരിക്കും കാർഡ് യൂസ് ചെയ്താൽ ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, ട്രെയിൻ ആകെ 2 hours ജേർണി ഉണ്ടായിരുന്നുള്ളൂ പാരീസിന്. അപ്പോൾ നമുക്ക് അത്ര മടുപ്പുണ്ടാവത്തില്ല. പിന്നെ യൂറോസ്റ്റാറിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് ട്രെയിൻ, അക്കോമഡേഷൻ ആൻഡ് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും കൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒരു നല്ല പ്രൈസിന് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാൻ ട്രെയിൻ ചൂസ് ചെയ്തത്. ഇത് ഞങ്ങളൊരു 5 days ട്രിപ്പായിരുന്നു. 4-ാം തീയതി രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമ്മൾ പാരീസ് എത്തി. പിന്നെ 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനായിരുന്നു തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ പാരീസിൽ എല്ലാ സ്ഥലവും കണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പ്രൈം ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ഒട്ടും തന്നെ ഞങ്ങൾ റഷ് ചെയ്യുകയോ എല്ലാ സ്ഥലം കാണണം എന്നുള്ള വാശി കൊണ്ട് ഓടി നടന്ന് കാണുകയോ ഒന്നും ചെയ്തില്ല. എന്നാന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൊച്ചിൻ്റെ കംഫർട്ടബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി റഷ് ചെയ്യാതെ കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി വെക്കേഷനായിരുന്നു ഇത്. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ, അതെങ്ങനെ ബുക്ക് ചെയ്തു, എത്ര രൂപ ചിലവായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ജസ്റ്റ് ഒന്ന് സിറ്റിയിലൂടെയൊക്കെ ഒന്ന് നടക്കുകയും പിന്നെ ഒരു ഷോപ്പിംഗ് മോളിലും പോയി. അതൊരു സംഭവം തന്നെയായിരുന്നു. അതാണ് മെയിനായിട്ട് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം നാവിഗോ ട്രാവൽ കാർഡ് എടുക്കുകയാണ്. അത് ഈ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ 1-2 സ്ഥലങ്ങളിൽ ഈ നാവിഗോ കാർഡിൻ്റെ മെഷീനുണ്ട്. അതൊരു ATM കൗണ്ടർ പോലെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളതിൽ ഫ്രഞ്ചിന് പകരം ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നെ അത് ഒരു ദിവസത്തേക്കുള്ള കാർഡ് പോലെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 1 വീക്കിലേക്കുള്ളതാണ് എടുത്തത്. അതിനൊരു 70 യൂറോൻ്റെ ചിലവുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ബസ്സിന് മാത്രമല്ല, മെട്രോ, ട്രെയിൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് ട്രാവലിന് യൂസ് ചെയ്യാമായിരുന്നു. അപ്പം ആക്ച്വലി അത് വർത്താണ് 70 യൂറോ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ 5 ദിവസം അല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോയാൽ എന്തായാലും അതിലും കൂടുതലായേനെ. പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ ടൈമും ബസ് നമ്പറും എല്ലാം നമുക്ക് മനസ്സിലാവും.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ലഗേജ് എല്ലാം വെച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ബസ്സിന് തന്നെയാണ് ഞങ്ങൾ ഫുള്ള് ട്രാവൽ ആ സമയം ചെയ്തത്. പിന്നെ ഈ മെട്രോയും നമുക്ക് ഒത്തിരി സ്റ്റേഷൻസ് അടുത്തടുത്തൊക്കെ ഉണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാമോ എല്ലാമായിട്ട് പോകുമ്പം ഒരുപാട് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എലിവേറ്റേഴ്സ് ഒന്നുമില്ല, എസ്കലേറ്റേഴ്സ് പോലും ഇല്ല. മിക്ക സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റെപ്പ് കൂടെ തന്നെ പ്രാമ് കയ്യിൽ തൂക്കി പിടിച്ചൊക്കെ ഇറങ്ങണമായിരുന്നു. അതുമാത്രമായിരുന്നു ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ ബസ്സിന് തന്നെ ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഞങ്ങൾ ചെയ്തത് അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കണം. അപ്പം നമ്മൾ താമസിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒത്തിരി തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. തമിഴ് അല്ല, ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ്സ് ആണ് മെയിനായിട്ട്. അപ്പോൾ നല്ല നാടൻ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ താമസിച്ച സ്ഥലം തന്നെയാണ്, തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെയാണ് ഇങ്ങനെ ഇവിടെയൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടെ ഈ സിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ബസ്സിനെങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ അപ്പോഴാട്ടോ ഒന്ന് ശരിക്കും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയത്. പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസം ഞാൻ ഒത്തിരി കാര്യമൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഡേ എങ്ങനെ കറക്റ്റ് സമയത്തിനും എല്ലാം ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു പരിചയമാവണമല്ലോ. അതിനു വേണ്ടും കൂടിയാണ് നമ്മൾ ഈ ദിവസം യൂട്ടിലൈസ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ തണുപ്പായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഏതെങ്കിലും ഇൻഡോർ സ്പേസിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു മോളിൽ കയറിയതാണ്. അവിടെ കയറിയപ്പോൾ ഇവിടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബ്രാൻഡുകളെല്ലാം ഈ മോളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് YSL, ഗുച്ചി, ലൂയി വിട്ടൻ അങ്ങനത്തെ ബ്രാൻഡുകൾ തന്നെ. അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെയൊക്കെ ആൾക്കാർ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് റഷാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ കാണാൻ. ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി നമ്മൾ എല്ലാ ഫ്ലോറും കയറി ഇറങ്ങി തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേലേക്ക് പോകുന്തോറും ചെറിയ ചെറിയ ബ്രാൻഡുകളായിരുന്നു. എന്നാലും എനിക്കൊന്നും അവിടെ നിന്നും മേടിക്കാൻ പറ്റുന്ന രീതിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഒന്നും മേടിക്കാനും പോയതല്ല, എല്ലാം കണ്ടത് ഒരു നല്ല അനുഭവമായിരുന്നു. എന്തായാലും അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ. ഇതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോയി. അവിടെ പോയി ഡിന്നറും കഴിച്ച് ഫസ്റ്റ് ഡേ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ ചെയ്തത്.